അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സഹോദരങ്ങളെ, നമ്മൾ ഷെയ്ഖ് സാലിഹ് ബിൻ ഉസൈമീൻ റഹിമഹുള്ളയുടെ സിഫത്തുസ് സലാത്ത്, നമസ്കാരത്തിൻ്റെ രൂപങ്ങൾ വിശദീകരിക്കുന്ന പുസ്തകമാണ് നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്നത്. അതിലെ 4ാമത്തെ ക്ലാസ്സാണ് ഇന്ന്. അപ്പോൾ അതിൽ നമ്മൾ അല്ലാഹു അക്ബർ എന്നതിൻ്റെ അർത്ഥം, അതേപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് പറഞ്ഞത്. കൈകെട്ടുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി നമ്മൾ വായിക്കുന്നത് അൽ ജഹ്റു ബി തക്ബീർ ലിൽ ഇമാം. അൽ ജഹ്റു ബി തക്ബീർ ലിൽ ഇമാം. ഇമാം അല്ലാഹു അക്ബർ എന്ന് ഉറക്കെ പറയുന്നതിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ അത് എത്രമാത്രം ഉറക്കെ പറയണം, അത് മഅ്മൂമീങ്ങളെ കേൾപ്പിക്കേണ്ടതുണ്ടോ, അങ്ങനെ കേൾപ്പിക്കുകയാണെങ്കിൽ അത് നിർബന്ധമായ കാര്യമാണോ, അതോ ഒരു മുസ്തഹബായിട്ടുള്ള സുന്നത്തായിട്ടുള്ള ഒരു കാര്യമാണോ എന്നതിനെക്കുറിച്ചാണ് ചർച്ച. അപ്പോൾ അതിൽ പറയുന്ന വയുസ്മിഉൽ ഇമാമു മൻ ഖൽഫഹു എന്നാണ് ഇതിൻ്റെ മൂലഗ്രന്ഥത്തിലുള്ള വാക്ക്. അതിൻ്റെ വിശദീകരണമാണ് പറയാൻ പോകുന്നത്. വയുസ്മിഉൽ ഇമാമു മൻ ഖൽഫഹു, തൻ്റെ പിന്നിലുള്ള ആളുകളെ ഇമാമ് കേൾപ്പിക്കണം എന്നാണ്. പിന്നിലുള്ള ആളുകളെ തക്ബീർ അല്ലാഹു അക്ബർ എന്നത് കേൾപ്പിക്കണം എന്ന് പറയുന്ന വാചകത്തിൻ്റെ വിശദീകരണമാണ് പറയുന്നത്. ഹസ്ബമാ തഖ്തലീഹിൽ ഹാൽ ഇൻകാന മൻ ഖൽഫുഹു വാഹിദൻ ഫസൗത്തുൽ ഖഫി യക്ഫി. അപ്പോൾ പിന്നിൽ ഒരാളുള്ളൂ എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി, അയാൾക്ക് കേൾക്കാവുന്ന ശബ്ദത്തിൽ പറഞ്ഞാൽ മതി. ഒരാളുള്ളൂ പിന്നിൽ നിന്നുണ്ടെങ്കിലും ഒരു 500 ആക്കി ഇമാമ് നിൽക്കുന്ന ഒരാൾ പറയുന്നത് പോലെ പറയേണ്ട കാര്യമില്ല, അയാൾ കേട്ടാൽ മതി. ഇൻകാന മൻ ഖൽഫുഹു കസീരീന ഫലാ ബുദ്ദ മിൻ റഫ്ഇ സൗത്ത്. ധാരാളക്കണക്കിന് ആളുകൾ പിന്നിൽ മൗമൂമിങ്ങളായിട്ടുണ്ടെങ്കിലോ അയാൾ അതിനനുസരിച്ചുള്ള ശബ്ദത്തിൽ എന്ത് ചെയ്യണം, പറയണം. ഇദാ കാന ലാ യസ്മഉ സൗത്തുഹു മൻ വറാഅഹു ഇസ്തആന ബി മുബല്ലിഗിൻ അൻഹു. ഇനി ചില ഇമാമിങ്ങൾക്ക് ശബ്ദം ഉണ്ടാവില്ല, അല്ലെങ്കിൽ ആ ഇമാമ് പറഞ്ഞാൽ തന്നെ എല്ലാവരും കേൾക്കൂല. അങ്ങനത്തെ ഒരു അവസ്ഥയുണ്ടെങ്കിൽ ഇസ്തആന ബി മുബല്ലിഗിൻ, ഒരു മുബല്ലിഗിനെ അയാൾക്ക് സ്വീകരിക്കാൻ പറ്റും. മുബല്ലിഗ് എന്ന് പറഞ്ഞാൽ ഈ ഇമാമ് പറയുന്ന അതേ തക്ബീറുകൾ ഉച്ചത്തിൽ ആവർത്തിച്ച് പറയുന്ന ഒരാളെ സ്വീകരിക്കാൻ പറ്റും. അതിനെന്തെങ്കിലും തെളിവുകളുണ്ടോ? കമാ ഫഅലൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം ഹീന ജാഅ വ അബൂബക്കർ യുസല്ലി ബിന്നാസി വ കാന സ്വലവാത്തുല്ലാഹി വസലാമുഹു അലൈഹി മരീലൻ ലാ യസ്മഉ സൗത്തഹു അൽ മഅ്മൂമുൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രോഗബാധിതനായി ജനങ്ങൾക്ക് ഇമാമായി നിസ്കരിച്ചപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബിനെ തുടരുകയും അദ്ദേഹം എന്തു ചെയ്തു, മൗമൂമിങ്ങൾ തുടർന്നത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനും അദ്ദേഹം തുടർന്നത് റസൂലുള്ളാഹി ആയിരുന്നു. അങ്ങനെ ഫസല്ല അബൂബക്കർ അൻ യമീനിഹി, നബിൻ്റെ വലതു ഭാഗത്ത് നിന്നുകൊണ്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നമസ്കരിച്ചു. വജഅല യുബല്ലിഗു നാസ തക്ബീറ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബിയുടെ തക്ബീർ ജനങ്ങൾ കേൾക്കെ ഉറക്കെ പറഞ്ഞു കൊടുത്തിരുന്നത് ആരായിരുന്നു? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആയിരുന്നു. അപ്പോൾ ആ മാതൃക നമുക്ക് സ്വീകരിക്കുന്നതിന് വിരോധമില്ല എന്നാണ്. ഇതാ കബ്ബർ റസൂൽ അലൈഹിസ്സലാത്തു വസ്സലാം ബി സൗത്തിൻ മുൻഖഫിലിൻ കബ്ബർ അബൂബക്കർ ബി സൗത്തിൻ മുർത്തഫിഇൻ ഫസമിഅഹു നാസ്. അതായത് നബി ഒരു പതിഞ്ഞ സ്വരത്തിൽ പതുക്കെ അല്ലാഹു അക്ബർ എന്ന് പറയും. അപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്ത് ചെയ്യും? ഉറക്കെ അത് പറയും. അപ്പോൾ ഫസമിഅഹു നാസു, ജനങ്ങൾ എന്ത് ചെയ്യും? ആ തക്ബീർ കേൾക്കും. അപ്പോൾ ഇമാമിന് ശബ്ദമില്ലെങ്കിൽ മറ്റൊരാൾക്ക് എന്ത് ചെയ്യാം? അത് ഉറക്കെ പറയുകയും മറ്റുള്ളവരെ കേൾപ്പിക്കുകയും ചെയ്യാൻ അനുവാദമുണ്ട് എന്നാണ്. ഇതാണ് വഹാദ ഹുവ അസ്ലു തബ്ലീഗി വറാ അൽ ഇമാം. ഇമാമിൻ്റെ പിന്നിലുള്ള ആളുകൾക്ക് ഇത് തബ്ലീഗ് ചെയ്യാൻ, അതായത് ഇമാമ് പറയുന്ന ശബ്ദം കുറവാണെങ്കിൽ മറ്റൊരാൾ ഏറ്റുപറഞ്ഞ് മറ്റുള്ളവരെ കേൾപ്പിക്കുവാനുള്ള തെളിവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രോഗിയായപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അത് നിർവഹിച്ചു എന്നതാണ്. ഫഇൻ കാന ലാ ഹാജത ഇലൽ മുബല്ലിഗ് ബി അൻ കാന സൗത്തുൽ ഇമാം യബ്ലുഗുൻ നാസ് മുബാശിറ. എന്നാ ഇമാമ് പറയുമ്പോൾ തന്നെ അത് മൗമൂമിങ്ങൾക്ക് കേൾക്കാൻ മാത്രം ശബ്ദവും, അതെന്താകാം, ഒന്നില്ലെങ്കിൽ അയാളുടെ ശബ്ദത്തിൻ്റെ ഗാംഭീര്യം കൊണ്ടാകാം, ഔബി വാസിത്ത് അല്ലെങ്കിൽ മൈക്കൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? എത്തും. അങ്ങനെ എത്തിയാലും ഒരാളിത് ഏറ്റു പറയണം എന്നുള്ള ഒരവസ്ഥ ഇല്ലാതാണ്. എത്തണില്ലെങ്കിലേ എന്ത് ചെയ്യേണ്ടുള്ളൂ?
ഒരാൾ പറയേണ്ടുള്ളൂ. ഫമാ ലാ ഹാജത്തെ ഇലൈഹി ലാ ഹാജത്തെ ഇലൈഹി. അതിൻ്റെ ആവശ്യമില്ലെങ്കിൽ പിന്നെ അത് ചെയ്യേണ്ട കാര്യമില്ല. ഐലാ യുസന്നു അൻ യുഈദ അഹദുൻ തക്ബീർ അൽ ഇമാം ഇദാ കാന തക്ബീറുൽ ഇമാം യസ്ലിൽ മൗം. അതായത് മൗമൂമിങ്ങൾക്ക് ഇമാം പറയുന്ന തക്ബീറുകൾ കേൾക്കുന്നുണ്ടെങ്കിൽ അത് മറ്റൊരാൾ ആവർത്തിക്കുക എന്നത് എന്തല്ല, ഒരു സുന്നത്തായ കാര്യത്തിൽപ്പെട്ടത് അല്ല എന്നർത്ഥം. ലി അന്ന ഹാദ ഇന്നമാ യഫ്അലു ഇൻദൽ ഹാജ ഫഖത്ത്. ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. ഇദാ ലം യകുൻ ഹാജ ഫലൈസ ബി സുന്നത്തി ബി ഇത്തിഫാഖിൽ മുസ്ലിമീൻ. അപ്പോൾ അങ്ങനെ ഇമാമിൻ്റെ ശബ്ദത്തിൽ തന്നെ മൗമൂമിങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിൽ പിന്നെ ഒരാളതിങ്ങനെ ഏറ്റു പറയേണ്ട കാര്യമില്ല. ഇല്ലെങ്കിൽ അത് പറയാം എന്ന കാര്യത്തിൽ പണ്ഡിതന്മാർക്ക് യോജിപ്പുണ്ട് എന്നാണ് പറഞ്ഞത്. ഇനി നമ്മൾ ഇതിൻ്റെ മൂലഗ്രന്ഥത്തിലെ വാചകത്തെ വിശദീകരിക്കുകയാണ്. വയുസ്മിഉൽ ഇമാമു മൻ ഖൽഫഹു. ഇമാം എന്ത് ചെയ്യണം? തൻ്റെ പിന്നിലുള്ളവരെ കേൾപ്പിക്കണം എന്നതാണ്. അപ്പോൾ ഇമാമിൻ്റെ തക്ബീർ എന്ത് ചെയ്യുക? പിന്നിലുള്ള ആളുകൾ കേൾക്കുക എന്നതും കേൾപ്പിക്കുക എന്നതും നിർബന്ധമായ കാര്യമാണോ? ഒരു ചോദ്യം. ഹൽ ഹാദ അലാ സബീലിൽ ഇസ്തിഹ്ബാബി ഔ അലാ സബീലിൽ വുജൂബ്. അതൊരു സുന്നത്തായ കാര്യമാണോ നിർബന്ധമാണോ എന്നതാണ് വാക്ക്. ഉത്തരം അൽ മഷ്ഹൂറു മിനൽ മദ്ഹബ് അന്നഹു അലാ സബീൽ ഇസ്തിഹ്ബാബ് വലൈസ അലാ സബീലിൽ വുജൂബ്. അതൊരു ഇസ്തിഹ്ബാബാണ്, നല്ലതാണ്, അതല്ലാതെ നിർബന്ധമല്ല എന്നതാണ് മദ്ഹബിലുള്ള വലിയ വിഭാഗം ആളുകളുടെയും അഭിപ്രായം. വഅന്നൽ ഇമാമ ലഹു അൻ യുകബ്ബിറ തക്ബീറൻ ഖഫിയൻ ലാ യുസ്മഅ കമാ അന്നൽ മുൻഫരിദ് വൽ മഅ്മൂം ലാ യർഫഉ സൗത ഫൽ ഇമാമു അൻ യഫ്അല കദാലിക ഫലാ യർഫഉ സൗതഹു വലകിൻ അഫ്ളൽ അൻ യർഫഅ സൗതഹു. അപ്പോൾ ഒരു ഇമാമ് നിസ്കരിക്കുന്ന സമയത്ത് പതുക്കെ അല്ലാഹു അക്ബർ എന്ന് ഒറ്റക്ക് നിസ്കരിക്കുന്നവനെ പോലെ, അല്ലെങ്കിൽ ഒരു മഅ്മൂം മാത്രമുള്ളതുപോലെയൊക്കെ ഒരാൾ ഒച്ചത്തിലല്ലാതെ പറയുകയാണെങ്കിൽ അതുകൊണ്ട് അയാളെ നിസ്കാരം തകരാറാവുന്നില്ല. പക്ഷേ അവർ കേൾക്കെ പറയുന്നതാണ് നല്ലത് എന്നാണ്. അതുകൊണ്ട് നമ്മൾ ഇവിടെ പറഞ്ഞ നമ്മുടെ ഈ ഒരു മൂലഗ്രന്ഥത്തിലെ വാചകങ്ങളെ പരിശോധിക്കുമ്പോൾ അദ്ദേഹം ഉദ്ദേശിക്കുന്നത് നിർബന്ധമാണ് എന്നതാണ് ഉദ്ദേശിക്കുന്നത്. ല അല സബിൽ ഇസ്തിഹ്ബാബ്, ഒരു ഇസ്തിഹ്ബാബ് അല്ല, മറിച്ച് വാജിബാണ് എന്നാണ്. കാരണം അദ്ദേഹമാണ് ഗൈറഹു നഫ്സഹു എന്നാണ്, അദ്ദേഹത്തെയും മറ്റുള്ളവരെയും കേൾപ്പിക്കണം. ഇപ്പം ഞാൻ ഇമാമാണെങ്കിൽ ഞാനും കേൾക്കണം, വേറുള്ളവരെ കേൾപ്പിക്കുകയും വേണം എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇവിടെ ഫയക്കൂനു ഖൗലുഹു വയുസ്മിഉൽ ഇമാമു മൻ ഖൽഫഹു എന്ന് പറഞ്ഞോടത്ത് ഇദ്ദേഹം ഉദ്ദേശിക്കുന്നത് ഇമാമ് തക്ബീർ പറയുന്നത് മൗമൂമീങ്ങളെ കേൾപ്പിക്കുക എന്നത് നിർബന്ധമാകുന്നു എന്നാണ് ഇദ്ദേഹത്തിൻ്റെ വാചകത്തിൽ നമുക്ക് നിന്ന് ലഭിക്കുന്നത്. അതാണ് വലാഹിറു കലാമിൽ മുഅല്ലിഫ് ഹുവൽ ഖൗലു സഹീഹ് അന്നഹു യജിബു അൽ ഇമാമി അൻ യുകബ്ബിറ തക്ബീറൻ മസ്മുഅൻ യസ്മഉഹു മൻ ഖൽഫഹു. ശേഷമുള്ളവർ, പിന്നിലുള്ള ആൾക്കാർ കേൾക്കുന്ന രൂപത്തിൽ പറയൽ നിർബന്ധമാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ അതിൻ്റെ തെളിവുകളെ പരിശോധിക്കണം. ഒന്നാമത് ലിഫഇലി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഇന്നഹു ലൗ കാന അംറു ഗൈറ വാജിബ് ലം യകുൻ ഹുനാക ദാഇൻ ഇലാ അൻ യുബല്ലിഗ അബൂബക്കർ തക്ബീർ ലിമൻ ഖൽഫഹു നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ നമ്മൾ ഷെയ്ഖ് റഹ്മത്തുള്ളാഹിയും പിന്തുണക്കുന്നത് ഇമാമ് തക്ബീർ പറയുന്നത് മൗമൂമീങ്ങൾ കേട്ടിരിക്കൽ നിർബന്ധമാണെന്നാണ്. അത് അദ്ദേഹം പറയുന്ന ഒന്നാമത്തെ തെളിവ്. അതാവശ്യമുള്ള ഒരു കാര്യമല്ലെങ്കിൽ എന്തിനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രോഗിയാകുന്ന സമയത്ത് ഇമാമ് നിന്നപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു എന്നവർ എന്തിനാണ് നബിൻ്റെ തക്ബീറുകൾ ആളുകളെ കേൾപ്പിക്കാൻ വേണ്ടി ഏറ്റുപറഞ്ഞത് എന്തിനാണെന്നാണ്. കേൾക്കൽ അത്ര നിർബന്ധമല്ലെങ്കിൽ അത് കേൾപ്പിക്കേണ്ട കാര്യമില്ലല്ലോ. കാരണം റുക്കോയിലേക്കും സുജൂദിലേക്കും ഒന്നും പോകാൻ എന്ത് ചെയ്യേണ്ടതില്ല, ഇമാമിൻ്റെ തക്ബീറിനെ കേൾക്കണം എന്നില്ല. ആയത്തെ സഫ്വേർ കേട്ടാൽ അത് അടുത്ത സഫ്വേറിനെ പിന്തുടരും, അടുത്ത സഫ്വേർ പിന്തുടരും, അവർക്കത് നിർവഹിക്കാൻ പറ്റും. പക്ഷെ കേൾക്കണം എന്നതുകൊണ്ടല്ലേ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബിൻ്റെ തക്ബീറുകൾ ഏറ്റുപറഞ്ഞത് എന്നതാണ് ഇതിലുള്ള ഒരു തെളിവ്. രണ്ടാമത്തെ തെളിവ് ലി അന്നഹു ലാ യതിമു ഇഖ്തിദാഉൽ മഅ്മൂമീൻ ബിൽ ഇമാമി ഇല്ലാ ബി സമാഇ തക്ബീർ വമാ ലാ യതിമുൽ വാജിബ് ഇല്ലാ ബിഹി ഫഹുവ വാജിബ് എന്നാണ്. അതായത് ഇവിടെ മഅ്മൂമീങ്ങൾ എന്ത് ചെയ്യണം? ഇമാമിനെ പിന്തുടരണം, അല്ലാതെ ഒരിക്കലും എന്ത് ചെയ്യുകയില്ല, അവരുടെ അത് പൂർത്തിയാവുകയില്ല. ഇമാമിനെ മഅ്മൂമ് പിന്തുടരുക എന്നുള്ളത് നിർബന്ധമായ കാര്യമാണ്, അതിലൊരു വിട്ടുവീഴ്ചയില്ല. അപ്പോൾ അതെങ്ങനെ സാധിക്കുള്ളൂ? ഇല്ല ബി സമാഇ തക്ബീർ, തക്ബീർ കേൾക്കാതെ എങ്ങനെയാണ്? എല്ലാവരും തക്ബീർ കേൾക്കുകയാണെങ്കിൽ ഇമാമിൻ്റെ കൂടെ തന്നെ ബാക്കിയുള്ളവർക്ക് നമസ്കരിക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഇമാമിനെ പിന്തുടരുക എന്ന നിർബന്ധം നടക്കണമെങ്കിൽ
എന്തു വേണം? തക്ബീർ കേൾക്കുക എന്ന കാര്യമുണ്ടാവണം. അപ്പോൾ ഇവിടെ ഒരു തത്വമുണ്ട്. ഇമാമിനെ പിന്തുടരുക എന്ന നിർബന്ധം സാധ്യമാകാൻ എന്തൊരു കാര്യം ആവശ്യമാണോ അതും നിർബന്ധമാവുന്നതാണ്. നിർബന്ധത്തിന് ആവശ്യമായ ഒരു കാര്യം എന്തുതന്നെയാണ്? നിർബന്ധമായിട്ടാണ് പരിഗണിക്കുക. അപ്പോൾ ഇമാമിനെ പിന്തുടരൽ നിർബന്ധമാണെങ്കിൽ എന്താണ്? തക്ബീർ കേൾക്കുക എന്നുള്ളതും നിർബന്ധമാണ്. കാരണം തക്ബീർ കേൾക്കാതെ ഇമാമിനെ പിന്തുടരൽ ഉണ്ടാവുക ഇല്ല എന്നർത്ഥം. അതാണ് ഒരു കാര്യം. വമാല യത്തിമുൽ വാജിബ് ഇല്ലാ ബിഹി ഫഹുവ വാജിബ്. ഒരു വാജിബ് നിർബന്ധം നടക്കണമെങ്കിൽ ആവശ്യമായത് എന്താണോ അതും നിർബന്ധമായിട്ടേ പറയുള്ളൂ. വലൗ അനൽ ഇമാം ഇദാ ഖാമ മിന സുജൂദ് ലം യർഫ സൗതഹു ബിത്തക്ബീർ ഫമതാ യഖുമുൻ നാസ്. എല്ലാവരും സുജൂദ് കിടക്കുകയാണ്. അപ്പോൾ ഇമാം എന്ത് ചെയ്തു? തക്ബീർ പതുക്കെ പറഞ്ഞ് അദ്ദേഹം മെല്ലെ എഴുന്നേറ്റ് നിന്നാൽ പിന്നെ എപ്പോഴാണ് മൗമൂമിങ്ങൾ എഴുന്നേൽക്കുക? ഇദ്ദേഹം എഴുന്നേറ്റത് മൗമൂമിങ്ങൾ അറിയില്ലെങ്കിൽ എപ്പോൾ എഴുന്നേൽക്കും? ഒരു ചോദ്യമാണത്. മയക്കുമൂന ഇല്ലാ ഇദാ ശറഅ ബിൽ ഫാത്തിഹ. പിന്നെ അദ്ദേഹം രണ്ടാമത്തെ റക്അത്തിൽ ഇറങ്ങി ഫാത്തിഹ തുടങ്ങുമ്പോഴാണ് സുജൂദ് കിടക്കണമെന്ന് മനസ്സിലാവുന്നത്. ഇമാമ് സുജൂദിൽ നിന്നും പോയിട്ടുണ്ട് എന്ന് മനസ്സിലാവുകയുള്ളൂ. വജഹറ ബിഹ മഅമൻ ജഹറുഹു ബിൽ ഫാത്തിഹ അലാ സബീൽ ഇസ്തിഹ്ബാബ് വലൈസ ഫീ കുല്ലി സ്വലാത്തിൻ ഫസ്സവാബു ബിലാ ശക്കിൻ വൽ ഖൗലു സഹീഹ് ബിലാ ശക്കിൻ അന്നഹു യജിബു അൽ ഇമാം അൻ യർഫഅ സൗതഹു ബിത്തക്ബീർ വത്തസ്മീഅ ബിഹൈതു യസ്മഉഹു മൻ വറാഅഹു ബിഹസബിൽ ഹാൽ. അതുകൊണ്ട് എന്തായിരുന്നാലും സംശയമില്ലാത്ത കാര്യമാണ് ഇമാം എന്ത് ചെയ്യണം? തൻ്റെ തക്ബീറുകൾ മറ്റുള്ളവരെ കേൾപ്പിക്കണം എന്ന കാര്യം നിർബന്ധമാകുന്നു എന്നാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ ഈ തക്ബീർ മൗമൂമിങ്ങൾ കേൾക്കുക എന്നുള്ളത് ഏതുപോലെ തന്നെയാണ് കാര്യങ്ങൾ. അതിൻ്റെ മൂലഗ്രന്ഥത്തിലെ വാചകം തുടരാണ് അടുത്ത സെൻറ്റൻസ്. ഖിറാഅത്തിഹി ഫി അവലത്തൈ ഗൈറ ലുഹ്റൈൻ. എന്താണ് ഖിറാഅത്തിഹി? ഓതുന്നത് പോലെ തന്നെയാണ്. അതായത് നിസ്കാരത്തിൽ ഓതുമല്ലോ. അതിപ്പോൾ സാധാരണ എന്താണെന്ന് വിചാരിച്ചാൽ പിന്നെ ലുഹുർ നമസ്കാരം അല്ലാത്ത ഇതിൻ്റെയൊക്കെ തുടക്കത്തിൽ എന്ത് ചെയ്യും? ഈ ഓത്തുണ്ടാവും. ആ ഉറക്കെ ഓതുന്ന നമസ്കാരങ്ങളിൽ ഓതുന്ന ഓത്ത് മൗമൂമിങ്ങളെ കേൾപ്പിക്കുന്നത് പോലെ തന്നെയാണ് ഈ തക്ബീർ കേൾപ്പിക്കലും. ഔ കമാ യുസ്മിഉൽ ഖിറാഅ ഫി അവലത്തൈ ഗൈറ ളുഹ്റൈൻ. അവലത്തൈ മുസന്ന ഹുദിഫത്തിൻ നൂൻ. അവലത്തൈനി എന്നാണ് ആ നൂന് കളഞ്ഞു പോയതാണെന്നുള്ള നഹവിൻ്റെ വശങ്ങളാണ്. ഇവിടെ ലുഹ്റൈനി എന്ന് പറഞ്ഞാൽ അത് ലുഹുറും അസറുമാണ്. അങ്ങനെ ഒരു പ്രയോഗമുണ്ട്. അപ്പോൾ ഇഷാഐനി എന്ന് പറഞ്ഞാലോ രണ്ട് ഇഷയല്ല, മഗ്രിബിക്കും ഇഷാവിനും പാടെ പറയുന്ന പേരാണ്. അതേമാതിരി ഉമറൈനി എന്ന് പറയും, ഖമറൈനി എന്ന് പറയും. അങ്ങനെയൊക്കെ രണ്ടെണ്ണത്തിന് ചേർത്ത് പറയുന്നതാണ്. അപ്പോൾ ഇവിടെ എന്താ വെച്ചാൽ ഫഹുവ യജ്ഹറു ഫി കുല്ലി റകഅത്തൈനി അവലത്തൈനി ഫി ഗൈരി ളുഹ്റൈൻ. ലുഹുർ അല്ലാത്ത പകലുള്ള ലുഹുറും അസറും അല്ലാത്ത എല്ലാ നമസ്കാരത്തിൻ്റെയും ആദ്യത്തെ 2 റകഅത്തുകളിൽ ഉറക്കെ ഓതണം എന്നാണ്. ലുഹുറും അസറും അല്ലാത്ത എല്ലാ നമസ്കാരത്തിൻ്റെയും ആദ്യത്തിൽ എന്ത് ചെയ്യണം? ഉറക്കെ ഓതണം. ആ ഉറക്ക ഓത്ത് പോലെ തന്നെയാണ് എന്നാണ്. വയഷ്മുൽ മഗ്രിബ് വൽ ഇശാ വൽ ഫജ്ർ. സുബ്ഹിയും ഇശയും മഗ്രിബൊക്കെ അതിൽ ഉൾപ്പെടും. പക്ഷേ ലാക്കിന്നെ ലൈസ എന്നാൽ സുബ്ഹി എന്ന് പറഞ്ഞാൽ എന്തല്ല? 4 റക്അത്തല്ല. അതുകൊണ്ട് ആദ്യത്തെ 2 റക്അത്തിന് അതിനെക്കുറിച്ച് പറയേണ്ട കാര്യമില്ല. പിന്നെ ജുമാ പെടും, ഈദ് പെടും, ഇസ്തിസ്കാവ് പെടും, തറാവീഹ് പെടും, വിത്തർ പെടും, കുസൂഫ് പെടും. ഇതിലൊക്കെ ഓതണം. അതൊക്കെ ആ ഉറക്ക ഓതുന്ന ഖിറാഅത്ത് പോലെ തന്നെയാണ് ഇതും. യശ്മുലു കുല്ലു മാ തുശ്റഉ ഫീഹിൽ ജമാഅ ഫഇന്നഹു യുസന്നു അൻ യജ്ഹറ ബിൽ ഖിറാഅ മഅൽ ളുഹ്ർ. അല്ലാത്ത ഈ അസറും ലുഹുറും അല്ലാത്തതിലൊക്കെ ഉറക്കെ ഓതുക എന്നത് നിർദ്ദേശിക്കപ്പെട്ട കാര്യമാണ്. ആ ഓത്ത് പോലെ തന്നെയാണ് അല്ലാഹു അക്ബർ എന്ന് ഇമാം പറയുമ്പോൾ അത് കേൾക്കണ പോലെ തന്നെയാണ്. ഏത് ഓത്ത് കേൾക്കണ പോലെ തന്നെയാണ് അത് കേൾക്കലും എന്നാണ് പറഞ്ഞതിൻ്റെ കാര്യം. ഒരു ചെറിയൊരു സംശയം ഇതിൻ്റെ ഇടയിൽ വന്നതാണ്. എന്താ സംശയം എന്ന് ചോദിച്ചാൽ പിന്നെ സ്വലാത്തുൽ ലൈൽ ജഹരിയ സ്വലാത്തുൽ നഹാർ സിദ്ദിയ ലിമാദ. ഒരാളെ മനസ്സിൽ ഇങ്ങനെ ഒരു ആശയം തോന്നാവുന്നൊരു ആശയമാണ് എന്ത്? രാത്രിയുള്ള നിസ്കാരമൊക്കെ ഉറക്ക ഓതണം, പകലുള്ള നിസ്കാരമൊക്കെ എന്ത് ചെയ്യണം? പതുക്കെ ഓതണം. എന്താണ് ഇതിൻ്റെ ഒരു രഹസ്യം എന്താണെന്നുള്ളതാണ്. അതിന് ഷെയ്ഖ് ഹുസൈമി റഹ്മത്തുള്ളാഹി മറുപടി പറയാണ്, ലി അന്ന ലൈൽ, രാത്രി എന്ന് പറഞ്ഞാൽ യഖില്ലു ഫീഹിൽ വസാവിസ്, ഈ വസ്വാസുകൾ കുറയും. നമ്മൾ ശബ്ദങ്ങളും കോലാഹലങ്ങളും ഒന്നും ഉണ്ടാവില്ല. വയസ്തമിഴ് ഫീൽ ഖൽബ് വൽ ലിസാൻ, നാവിനും ഹൃദയത്തിനും ഒന്നിക്കാൻ പറ്റിയ സമയമാണ് അൽ ഖിറാഅ. അതായത് ഓതുന്നത് ഒരാൾ ഓതുകയാണെങ്കിൽ ആ ഓത്തിനെ ഹൃദയത്തിന് എന്ത് ചെയ്യാൻ പറ്റും? ഫോളോ ചെയ്യാൻ പറ്റും, പിന്തുടരാൻ പറ്റും. അപ്പോൾ വൈക്കുൻ ഇജ്തിമാഉ നാസ് അലാ സൗത്തിൽ ഇമാം. അപ്പോൾ എല്ലാ ആൾക്കാർക്കും എന്ത് ചെയ്യാൻ പറ്റും? ആ ഇമാമിൻ്റെ അതേ ഓത്ത്
അതായത് ആ ഒറ്റ ഓത്തുമ്മ എല്ലാവരും പാടാണ് യോജിക്കും. ഇമാമിൻ്റെ ഓത്തിനെ പിന്തുടരുമ്പോൾ എല്ലാവരും ഒന്നിച്ചാവും. ഫി സ്വലാത്തിൻ ജാമിയ, അത് പിന്നെ ജമാഅത്തായി ചെയ്യുന്ന എല്ലാ നിസ്കാരങ്ങളിലും ജുമാ, ഈദൈന്, ഇസ്തിസ്കാവ്, കുസൂഫ്, ഗ്രഹണം, മഴയ്ക്ക് കൊണ്ട് നിസ്കാരം, ഇതിലൊക്കെ അങ്ങനെ സംഭവിക്കും. അന്നനാസ മുജ്തമിഊന വലാ ശക്ക അന്ന ഇൻസാത്തുഹും അല ഖിറാഅത്തിൽ ഇമാം തജഅലു ഖിറാഅത്തുഹും ഖിറാഅൻ വാഹിദ. അതായത് ഇമാം ഇങ്ങനെ ഓതുമ്പോൾ ആ ഓത്തിന് അതുപോലെ തന്നെ എല്ലാവരും പിന്തുടരുകയാണെങ്കിൽ എല്ലാവരുടേതും ഒറ്റ ഓത്തായി മാറും. അന്നൽ മുസ്തമിയക്കൽ കാരി, കാരണം ഓതുന്ന ഇമാമിൻ്റെ അതേ കൂലി ആർക്കുണ്ട്? കേൾക്കുന്നുണ്ട്. ശ്രദ്ധിച്ച് നിന്നാൽ ഓതുന്നത് പോലെയാണ്. ഇമാമ് ഓതുമ്പോൾ നമ്മളത് കേട്ട് നിന്നാൽ തന്നെ എന്താണ്? അതേ ഓതുന്നവനെ പോലെ ആകുന്നതാണ്. വലൗ കാനൽ ഇമാമു യുസിറു ലകാന കുല്ലു വാഹിദിൻ യഖറു ലി നഫ്സിഹി. എന്നാൽ ഇമാമ് പതുക്കെ ഓതുകയാണെങ്കിലോ നമ്മൾ മുണ്ടാക്കാൻ പറ്റൂല. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? എല്ലാവരും സ്വന്തം ഓതണം. നമ്മൾ ഫാത്തിഹ ഓതണം, നമുക്ക് സൂറത്ത് ഓതണം, ഒക്കെ നമ്മൾ ഓതണം. അപ്പോൾ യഖൂൽ ജഹ്ർ അജ്മ അൽ ഖിറാഅ ബിഖിലാഫി സിർ. അപ്പോൾ എന്ത് ചെയ്യും? രഹസ്യമായ ഉറക്കെ ഓതാത്ത നിസ്കാരങ്ങളെക്കാളും എന്ത് ചെയ്യും? ഈ ഉറക്കെ ഓതുന്ന നിസ്കാരങ്ങളിൽ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് മനസ്സ് കേന്ദ്രീകരിക്കാൻ പറ്റും. അതാ ലഹർ അലീമിൻ്റെ ഹിക്മത്ത്. എനിക്ക് തോന്നിയൊരു ഹിക്മത്താണ് നിസ്കാരത്തെക്കുറിച്ച്, അത് ഞാൻ പറഞ്ഞു എന്ന് മാത്രം. എന്ന് പറഞ്ഞാൽ എന്താണ്? രാത്രി നമസ്കാരങ്ങൾ, രാത്രി പൊതുവേ ഒരു നിശബ്ദ അന്തരീക്ഷമാണ്. അതുകൊണ്ട് ഇമാമ് ഓതുമ്പോൾ ആ നിശബ്ദതയിൽ ഇമാമിനെ പിന്തുടർന്ന് സുബഹിക്കൊക്കെ ആണെങ്കിൽ പ്രത്യേകിച്ച് ഒരു ഇളക്കം ഉണ്ടാവില്ല. ഇമാമിൻ്റെ ഓത്തിനെ എല്ലാവർക്കും ഒരുപോലെ കേന്ദ്രീകരിക്കാൻ പറ്റും. എന്നാൽ പകൽ സമയത്ത് ഒച്ചയും ബഹളമൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ ഓത്ത് ശ്രദ്ധിക്കാൻ നിൽക്കും ചെയ്യാം, നമ്മൾ ഓതാതൊക്കെ ചെയ്യുമ്പോൾ ചിലപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? നിസ്കാരത്തിൽ കേന്ദ്രീകരിക്കാൻ കഴിയാതെ വരും. ഇപ്പോൾ നമുക്ക് തന്നെ അറിയാൻ പറ്റും, തൊട്ടടുത്തുള്ള ആൾ, ഇപ്പോൾ നമ്മളൊരു നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ നിൽക്കുന്ന സമയത്ത് ചില സ്ഥലത്ത് കൂട്ടുപ്രാർത്ഥനകൾ ഉണ്ടാവും. അപ്പോൾ അവരെന്ത് ചെയ്യും? നമ്മൾ അവസാനത്തെ റക്കാത്താകുമ്പോൾ അവിടെ പ്രാർത്ഥന തുടങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ നമുക്കുള്ള ഒരൊറ്റ മാർഗ്ഗമുള്ളൂ, എന്താ വെച്ചാൽ കുറച്ച് ഉച്ചത്തിൽ നമ്മൾ ചെല്ലുക. കുറച്ച് നമ്മൾ സാധാരണ ചെല്ലുന്നതിനേക്കാളും കുറച്ച് തീരെ നമ്മൾ ചെല്ലുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ ചൊല്ലുന്നതിൽ നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ ആ ശബ്ദം നമ്മളെ എന്ത് ചെയ്യൂല? ബുദ്ധിമുട്ടാക്കാതിരിക്കും. അപ്പോൾ പകൽ സമയത്ത് നമ്മൾ സ്വന്തം ഓതുമ്പോൾ നമ്മുടെ നിസ്കാരം തെറ്റില്ല. കാരണം പകൽ ബഹളമയമായ സന്ദർഭങ്ങളാകുന്നത് കൊണ്ടാണ് അങ്ങനെ. എന്നാൽ രാത്രി നിശബ്ദമാകുന്നത് കൊണ്ട് ഇമാമിൻ്റെ പാരായണത്തിൽ കേന്ദ്രീകരിക്കാൻ എല്ലാവർക്കും പറ്റും എന്നതാണ് എനിക്ക് തോന്നിയിട്ടുള്ളൊരു യുക്തി എന്നാണ് ഷെയ്ഖ് റഹിമഹുല്ല പറയുന്നത്. ഇനി മറ്റുള്ളവരെ വഗൈറഹു നഫ്സഹു, അദ്ദേഹത്തെയും മറ്റുള്ളവരെയും കേൾപ്പിക്കണം എന്ന് പറഞ്ഞല്ലോ. ഈ ഇമാമല്ലാത്ത ആളുകളെ എന്ന് പറഞ്ഞാൽ അത് ആരാണ്? മഅ്മൂമാണ്, സംശയമല്ല. വൽ മുൻഫരിദ് യുസ്മിഉ നഫ്സഹു യഅനി യതകല്ലം വയൻതിഖ് ബിഹൈസു യുസ്മിഉ നഫ്സഹു ഫഇൻ അബാൽ ഹുറൂഫ് ബിദൂനി അൻ യുസ്മിഅ നഫ്സഹു ലം തസിഹ ഖിറാഅത്തുഹു ബൽ വലം യസിഹ തക്ബീറുഹു ലൗ കബ്ബറ. അപ്പോൾ നമ്മൾ ഒറ്റയ്ക്ക് നിസ്കരിക്കുകയാണെങ്കിലും ഒക്കെ എന്ത് ചെയ്യണം? നാം പറയുന്ന തക്ബീർ കേൾക്കണം. നമ്മൾ കേൾക്കണോ എന്ന് ചോദിച്ചാൽ നേരത്തെ നമ്മൾ ചർച്ച ചെയ്തൊരു കാര്യമാണ്. നമ്മൾ കേട്ടാലും കേട്ടില്ലെങ്കിലും കേട്ടാൽ മനസ്സിലാവുന്ന രൂപത്തിൽ തിരിഞ്ഞു കൊണ്ട് തന്നെ നമ്മൾ ഓരോ അക്ഷരങ്ങളും ഉച്ചരിക്കണം. കേട്ടാലും കേൾക്കുന്നില്ല, നമ്മൾ എന്ത് ചെയ്യണം? ശരിക്കും വ്യക്തതയോടുകൂടെ ഓരോ അക്ഷരങ്ങളും നമ്മൾ പറയണം. അല്ലാഹു അക്ബർ എന്ന് നമ്മൾ പറഞ്ഞിരിക്കണം. വലകിൻ അല വജ്ഹിൻ ലാ യുസ്മിഉ നഫ്സഹു ലം തൻഅഖിദ് സ്വലാത്തു. ഒരാൾ സ്വന്തം അത് കേട്ടിട്ടില്ലെങ്കിൽ, ഞാൻ പറയുന്ന തക്ബീർ ഞാൻ കേട്ടിട്ടില്ലെങ്കിൽ അവൻ്റെ നിസ്കാരത്തെ അത് ബാധിക്കുമോ എന്നതാണ് ഒരു കാര്യം. ഇവിടെ വലാകിൻ യുഷ്തറത്തു ലി വുജൂബി ഇസ്മാ നഫ്സി അല്ലാ യകൂന ഹുനാക മാനിഉൻ മിൻ ഇസ്മാഇന. അതായത് നമുക്ക് കേൾപ്പിക്കാൻ തടസ്സങ്ങളൊന്നുമില്ലെങ്കിൽ കേൾപ്പിക്കണം തന്നെയാണ്, കേൾക്കെ തന്നെ പറയണം. ചിലപ്പോൾ തടസ്സങ്ങൾ ഉണ്ടാകും. ഏതുപോലെ? ലി വുജൂദിൽ മാനി ഫലൂഖാന യുസല്ലി വഹൗലഹു ദർത്തർ. നമ്മളെ വല്ല ഈ മറ്റേ JCB പോലെയോ ട്രാക്ടർ പോലെയൊക്കെയുള്ള സാധനങ്ങൾ വർക്ക് ചെയ്യണ ഒരു സ്ഥലത്ത് ഒരാൾ നിസ്കരിക്കുകയാണെങ്കിൽ അയാൾ എങ്ങനെ പറഞ്ഞാലും എന്ത് ചെയ്യൂല? കേട്ടോളന്നില്ല. കേൾപ്പിക്കാൻ പറ്റുന്നൊരു സ്ഥലത്ത് എന്ത് ചെയ്യണം? അയാൾ കേൾപ്പിക്കാൻ എന്ത് ചെയ്യണം? ശ്രമിക്കണം. ഫഹാദാ യുംകിനു അൻ യുസ്മിഅ നഫ്സഹു ഇല്ലാ ഇദാ റഫഅ സൗതഹു കതീറൻ ഫനഖൂൽ യക്ഫി. അവിടെയൊക്കെ നമ്മൾ ഉറക്കെ പറയേണ്ടി വരും, അല്ല എഞ്ചിൻ്റെ ഒക്കെ അടുത്ത് നിസ്കരിക്കുകയാണെങ്കിൽ. അപ്പോൾ അങ്ങനെ ഇടങ്ങേറാകേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ പറഞ്ഞാൽ മതി. പറയുന്നത് വ്യക്തതയോടെ പറയണം. പക്ഷേ നമ്മൾ കേട്ടില്ല എന്നതുകൊണ്ട് നമ്മുടെ നമസ്കാരത്തെ എന്ത് ചെയ്യുകയില്ല? അത് ബാധിക്കുകയില്ല എന്നാണ്. അതുകൊണ്ട് മത്ത അബാനൽ ഹുറൂഫ് ഫഇന്നഹു യസിഹു തക്ബീർ. അക്ഷരങ്ങൾ വെളിവാക്കി നമ്മൾ പറയുന്നുണ്ടെങ്കിൽ നമ്മുടെ തക്ബീർ ശരിയാകും. വതസിഹുൽ ഖിറാഅ, ഓത്ത് ശരിയാകും. നമ്മൾ കേൾക്കുന്നില്ല എന്നത് നമ്മളുടെ ഓത്തിനെയോ തക്ബീറിനെയോ എന്ത് ചെയ്യുകയില്ല? ബാധിക്കുകയില്ല എന്നാണ്.
അപ്പോൾ തക്ബീർ ഉറക്കെ പറയുക എന്ന അധ്യായമാണ് നമ്മളിപ്പോൾ വായിച്ചത്. ഇനി നമ്മൾ അടുത്ത പ്രശ്നം, കൈ ഉയർത്തി, ഹദ്വ മൻകിബൈഹി, നമ്മുടെ ചുമൽ വരെ കൈ ഉയർത്തി, കൈകൾ എന്ത് ചെയ്തു, പിന്നെ നിവർത്തി പിടിച്ചു, വിരലുകൾ എന്ത് ചെയ്തു, ചേർത്ത് പിടിച്ചു. എന്നിട്ട് ചില ആൾക്കാരൻ താഴ്ത്തു. പിന്നെ താഴ്ത്തല്ല വേണ്ടത്, പിന്നെ താഴ്ത്തുകയാണെങ്കിൽ നേരെ കൈ കെട്ടണം, പിന്നെ കൊടുന്ന് കൈ കെട്ടുക വേണ്ടത്. അതുകൊണ്ട് അടുത്ത വിശദീകരണം, വലഉൽ യദിൽ യുംന അലൽ യുസ്ര, വലത്തെ കൈ ഇടത്തെ കൈയിൽ വെക്കൽ, വലത്തെ കൈ ഇടത്തെ കൈയിൽ വെക്കൽ കൈ കെട്ടലിൻ്റെ രൂപമാണ്. മൂലഗ്രന്ഥത്തിലുള്ള വാചകം നമുക്ക് വായിക്കാം, സുമ്മ യഖ്ബിലു കൂഅ യുസ്റാഹു തഹ്ത സുറത്തിഹി എന്നാണ്. മനസ്സിലായി? ഇത് ഹനഫി മദ്ഹബ് പ്രകാരമുള്ള ഒരു ഗ്രന്ഥമാണ് ഷെയ്ഖ് സാലിഹ് ബിൻ ഉസൈമീൻ റഹിമഹുള്ള വിശദീകരിക്കണം. അതുകൊണ്ട് അവർ കൈകെട്ടൽ സാധാരണ എവിടെയാണ്? തഹ്ത സുറത്താണ്. എവിടെ? പുക്കളിന് താഴെയാണ്. അതുകൊണ്ട് അതാണ് ഇതിൽ വന്നത്. ഇതിൻ്റെ ശരിയായ വശം ഹദീസ് വെച്ച് ഷെയ്ഖ് വിശദീകരിക്കുന്നുണ്ട്. സുമ്മ യഖ്ബിലു, പിന്നെ അവൻ പിടിക്കണം. കൂ എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താ അറിയോ, നമ്മളുടെ തള്ളവിരൽ, ഇബ്ഹാം എന്ന തള്ളവിരലിന് പറയാം, ഈ തള്ളവിരൽ വന്ന് ചേർന്ന് അവസാനിക്കുന്ന ഭാഗം, ഇതിനാണ് കൂ എന്ന് പറയാം. ഇതിനാണ് കൂ എന്ന് പറയാം. ഇവിടെയാണ് കൂ. മനസ്സിലായില്ലേ? പിന്നെ വേറൊന്നുള്ള കുർസൂ എന്നറിയും, അത് ചെറുവിരൽ, ഹിൻസർ എന്ന ചെറുവിരലാണ്. ഈ ഹിൻസർ വന്ന് അവസാനിക്കുന്ന ഭാഗത്തിന് എന്ത് പറയും? കുർസൂ എന്ന് പറയും. അപ്പോൾ നമ്മൾ വെക്കുമ്പോൾ മേലെയാണ് വെക്കുക. ഇതിൻ്റെ ഈ മേലെയാണ് നമ്മൾ എന്ത് ചെയ്യുക? വെക്കുക. ഈ ഭാഗത്താണ് ഈ കൂഴമ്മയാണ് വെക്കേണ്ടത്. എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ, ഈ തള്ളവിരൽ വന്ന് അവസാനിക്കുന്ന ഈ ഒരു സംഭവത്തിനാണ് എന്ത് പറയുക? കൂ എന്ന് പറയാം. സുമ്മ യഖ്ബിലു അക്വ, കൂഴിനെ പിടിക്കണം എന്നാണ്. യുസ്റാഹു തഹ്ത സുറത്തിഹി, അവൻ്റെ എന്ത് ചെയ്യാണ്? ഇവൻ്റെ യുസ്ര, എന്നിട്ട് എന്ത് ചെയ്യണം? അവൻ്റെ പുക്കളുടെ താഴെ വെക്കണം എന്നാണ് വായിക്കാം. സുമ്മ യഖ്ബിലു എന്നാണ് ഇമാമ് പറഞ്ഞത്. ഐ ബഅദ തക്ബീരി, തക്ബീർ കഴിഞ്ഞാൽ, വറഫുൽ യദൈനി യഖ്ബിൽ, കൈ ഉയർത്തിയിട്ട് പിന്നെ അവൻ പിടിക്കണം. യുസ്റാഹു, അവൻ്റെ ഇടത്തെ, അവൻ്റെ കൂഴമ്മ, അവൻ ഇടത്തെ കൈയിൻ്റെ കൂഴമ്മ പിടിക്കണം. വബാലു നാസ് യഖൂൽ അല്ലാഹു അക്ബർ സുമ്മ യുർസിലു യദൈഹി സുമ്മ യർഫഉഹാ വയഖ്ബിലുഹാ. ചില ആൾക്കാർ എന്ത് ചെയ്യും? അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് കൈ ഉയർത്തും, എന്നിട്ട് താഴ്ത്തും, പിന്നെ വന്നിട്ട് പൊന്തിച്ച് പിടിക്കും. അതിൻ്റെ ആവശ്യമില്ല. ഇങ്ങനെ കൊടുന്നാൽ നേരെ നമ്മൾ എന്ത് ചെയ്യണം? പിടിക്കണം. യഖൂലു അല്ലാഹു അക്ബർ സുമ്മ യുർസിലു യദൈഹി സുമ്മ യർഫഉഹാ വയഖ്ബിലുഹാ വഹാദാ ലൈസ ലഹു അസ്ൽ. ഇതിൻ്റെ അസ്ലുമില്ല, അങ്ങനെ ചെയ്യാം. ബൽ മിൻ ഹിൻ അൻ യുൻസിലഹുമാ മിനർ റഫ്ഇ യഖ്ബിലുൽ ഖുആ, മേലെന്ന് താഴത്തേക്ക് കൊണ്ടുവരുമ്പോൾ തന്നെ നമ്മൾ ഈ കൂഴും എന്ത് ചെയ്യണം? പിടിക്കണം. വൽ കൂ എന്ന് പറഞ്ഞാൽ എന്താണ്? കൂ എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഈ മഫ്സിലുൽ കഫാണ്. നമ്മുടെ കഫ്, നമ്മുടെ ഈ കൈപ്പടം, കപ്പൈ, ഈ കൈപ്പടവും അതേപോലെ നമ്മുടെ ഈ മുഴം കൈയും തമ്മിൽ യോജിപ്പിക്കുന്ന സന്ധി, യോജിപ്പിക്കുന്ന ഈ ജോയിൻറ്റ്, അതാണ് മിനദ്ദിറാ. അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് കുർസൂർ. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് കുർസൂർ. ഇതിനാണ് കുർസൂർ എന്ന് പറയുന്നത്, നേരെ എതിര്. അതിൻ്റെ ഇടയിലുള്ളതിനാണ് റസ്ഖ് എന്ന് പറയുക. റസ്ഖ് എന്ന് പറയുന്നത് ഈ ഭാഗത്തിനാണ് എന്ത് ചെയ്യുക? റസ്ഖ് എന്ന് പറയും. അപ്പോൾ കൂഴമ്മയാണ് എന്ത് ചെയ്യേണ്ടത്? യഖൂൽ ഉലമാ ഇന്നൽ അളമല്ലദി യലിൽ ഇബ്ഹാം, പിന്നെ പെരുവിരലിൻ്റെ, തള്ളവിരലിൻ്റെ ചേർന്ന് വരുന്ന അസ്ഥിക്കാണ് എന്ത് പറയുക? കൂഴ് എന്ന് പറയാം. ഹുൻസുർ, നമ്മുടെ ചെറുവിരലിനോട് ചേർന്ന് വരുന്നതിന്, തുടർന്ന് വരുന്നതിന് കുർസൂഹ് അല്ലെങ്കിൽ കർസൂഹ് എന്നൊക്കെ എന്ത് ചെയ്യും? പറയും. അതിനെപ്പറ്റി ഒരു കവിതയ്ക്ക് ഇതിൽ കൊടുത്തിട്ടുണ്ട്. വാളുമുയലിൽ ഇബ്ഹാമി കൂൻ വമായലിൽ ഹുൻസുരിഹിൽ കുർസൂഹ് വറസ്ഹു വമാ വസത്ത് എന്ന് പറഞ്ഞ് അതിൻ്റെ ഓരോന്നിനെയും വിശദീകരിക്കുന്ന കാര്യങ്ങൾ. അത് നമുക്കത്ര വിശദമായിട്ട് പോകേണ്ട കാര്യമല്ല. പക്ഷെ നമ്മൾ കൈ വെക്കുന്ന സ്ഥലം എവിടെയാണെന്ന് കൃത്യമായി മനസ്സിലാക്കണം. യഖ്ബിലു കൂഅ യുസ്റാഹു എന്നാ പറഞ്ഞു. ഇവിടെ അൽ മഫ്സിൽ തഹ്ത സുറത്തിഹി, തഹ്ത സുറത്തിഹി എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ നമുക്ക് പിന്നെ ഈ മുഅല്ലിഫ് റഹിമഹുല്ലാ പറഞ്ഞിരുന്നു അന്ന സുന്ന ഖബ്ലുൽ ഖൂ, കൈ വെച്ചാൽ പോരാ, ആ കൂഴമ്മ എന്ത് ചെയ്യണം? ഇങ്ങനെ പിടിക്കണം. കൂഴമ്മ ഇങ്ങനെ എന്ത് ചെയ്യണം? പിടിക്കണം എന്നതാണ്. വലക്കിൻ വറദത്തി സുന്ന ബി ഖബ്ലിൽ ഖൂ വറദത്തി സുന്ന ബി വദഇൽ യദി അല ദിറാ മിൻ ഗൈരി ഖബ്ലിൻ ഇദൻ ഹാത്താനി സിഫത്താനി. എന്നാൽ നമ്മൾ ദിറാ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ മുഴം കൈയാണ്. ഈ ദിറാഉമ്മ കൈ വെക്കാം എന്നതും ഹദീത്തിൽ വന്നിട്ടുണ്ട്. ഇപ്പോൾ രണ്ട് രൂപമുണ്ട്. ദിറാഉം അങ്ങനെ കൈ വെക്കുന്ന രൂപമുണ്ട്,
കൂഴമ്മ കൈ ഇങ്ങനെ പിടിക്കുന്ന രൂപവും പറഞ്ഞിട്ടുണ്ട്. ഫഇന്ന കബ് ഫഅല ഖൈർ, പിടിക്കുന്നതാണ് നല്ലത്. വൈൻ വലഅ ബിദൂനി കബ്, ഒരാൾ പിടിക്കാതെ അങ്ങനെ വെക്കുകയാണെങ്കിലോ ഫഅല ഖൈർ, അതിനും കുഴപ്പമില്ല. കിലാഹുമ സുന്ന, രണ്ടും നല്ലതാണ്. ഒരാൾ പിടിക്കുകയാണെങ്കിലും നല്ലതാണ്, കൈ ഇങ്ങനെ വെക്കുകയാണെങ്കിലും അതിനും വിരോധമില്ല എന്നർത്ഥം. ചോദ്യം, നറ ബഅദുന്നാസ് യഖ്ബിൽ അൽ മിർഫഖ് ഫഹൽ ലിഹാദ അസ്ൽ. ചില ആൾക്കാർ ഇങ്ങനെ കൈയിട്ടിട്ട് മുട്ടുമണ് പിടിക്കും, മിർഫക്ക് തന്നെതാണ്. ചില ആൾക്കാർ പോയിട്ട് കൈവെട്ടിട്ട് എന്ത് ചെയ്യും, നീട്ടിയിട്ട് ഈ മിർഫക്കുമ പിടിക്കും, മുട്ടുമേ. അതിൻ്റെ വകുപ്പ് എന്താണെന്നുള്ളതാണ്, അത് പറ്റുമോ എന്നുള്ളതാണ്. ജവാബ് ല, ലൈസ ലഹു അസ്ലു, അതിന് യാതൊരു തെളിവുമില്ല. വ ഇന്നമാ യഖ്ബിലുൽ ഖൂഅ ബിദ്ദിറാ, ഒന്നില്ലെങ്കിൽ കൂഅമ്മ പിടിക്കുക, അല്ലെങ്കിൽ എവിടെ വെക്കുക, ദിറാഉമ്മ വെക്കുക, അത്രേ ഉള്ളൂ. ഫഫി സഹീഹുൽ ബുഖാരി ബിൻ ഹദീസ് സഹൽ ബിൻ സഅദിന്റെ ഹദീസിൽ കാണാൻ പറ്റും, ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്നത്, അന്നഹു ഖാല കാന നാസു യുഅ്മറൂന അൻ യദഅ അർ-റജുലു യദഹുൽ യുംന അലാ ദിറാഇഹി അൽ യുസ്റാ ഫിസ് സ്വലാ. ബുഖാരിന്റെ ഹദീസാണ്. കാന നാസു യുഅ്മറൂന, ജനങ്ങൾ കൽപ്പിക്കപ്പെട്ടിരുന്നു, അൻ യദഅ അർ-റജുലു, ഒരു മനുഷ്യൻ വെക്കണം, യദഹുൽ യുംന, അവൻ്റെ വലത്തെ കൈ, അലാ ദിറാഇഹിൽ യുസ്റാ ഫിസ് സ്വലാ എന്നാണ്. അപ്പോൾ ഹദീസിൽ വന്ന വാക്കെന്താണ്, അലാ ദിറാഇഹി അൽ യുസ്റ, അവൻ്റെ ഇടത്തെ മുഴം കയ്യിൽ എന്ത് ചെയ്യണം, അവൻ്റെ വലത്തെ കൈ വെക്കണം എന്നതാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതാണ് അവിടെ കണ്ട രൂപം. ഇതൻ അപ്പോൾ നമുക്ക് എന്ത് പറയാം, ഹാത്താനി സിഫത്താനി, ഈ രണ്ട് രൂപവും പറ്റും. ഏത് രൂപം, ഇമ്മ അല കൂഅ് വ ഇമ്മ അല ദിറാ. കൂഅമ്മി വെക്ക, ഈ ഇതുമി വെക്ക, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, ഈ ദിറാഅമ്മി നമുക്ക് എന്ത് ചെയ്യാം, വെക്കാം. രണ്ടിനും അനുവദനീയമുണ്ട്. എന്നാൽ യഖുൽ മുഅല്ലിഫ് റഹിമഹുല്ല പറഞ്ഞു, തഹ്ത സുറത്തിഹി, എവിടെ വെക്കണം എന്നാ പറഞ്ഞത്, തഹ്ത സുറത്തിഹി, എവിടെ, പൊക്കിളിനു താഴെ വെക്കണം എന്നാണ്. യാനി അദ്ദേഹം ഉദ്ദേശിച്ചത് യജ്അലുൽ യദ് അൽ യുംന വൽ യുസ്റ തഹ്ത സുറ, എന്ത് ചെയ്യണം, വലത്തെ കൈ ഇടത്തെ കൈമ വെച്ചിട്ട് അതെവിടെ വെക്കേണ്ടത്, പൊക്കിളിന് താഴെ വെക്കണം എന്നാണ്. വഹാദിഹി സിഫ അല്ലത്തി ദക്കറഹ അൽ മുഅല്ലിഫ് ഹിയൽ മശ്റൂഅ അലൽ മശ്ഹൂർ മിനൽ മദ്ഹബ്. ഈ അഭിപ്രായം മദ്ഹബിൽ എന്താണ്, പ്രസിദ്ധമായിട്ടുള്ള അഭിപ്രായമാകുന്നു. അതിനവർക്ക് തെളിവുള്ളത് എന്താണ്, അലി റളിയല്ലാഹു അൻഹു ഹദീസാണ് പൊക്കിളിന് താഴെ കൈ കെട്ടുന്നവർക്കുള്ള തെളിവ്. മിനസ്സുന്നത്തി വലഉൽ യദിൽ യുംന അലൽ യുസ്റ തഹ്ത സുറ എന്ന് അലി റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്. എന്താണ്, സുന്നത്തിൽപ്പെട്ടതാണ് വലത്തെ കൈ ഇടത്തെ കൈയിൻ്റെ മേലെ വെച്ചിട്ട് പൊക്കിളിന് താഴെ വെക്കൽ എന്നാണ്. എന്നാൽ ദഹബ ബഅദുൽ ഉലമാ ഇല, ചില പണ്ഡിതന്മാർ പറഞ്ഞത് അന്നഹു യളഉഹ ഫൗക സുറ, അത് പൊക്കിളിന് മുകളിൽ വെക്കണമെന്നാണ്. വനസ്സുൽ ഇമാം അഹ്മദ് അലാ ദാലിക്, ഇമാം അഹ്മദ് റഹിമഹുല്ല പറഞ്ഞത് അങ്ങനെയാണ്, പൊക്കിളിന് മുകളിൽ വെക്കണം എന്നാണ്. അന്നഹു യളഉൽ യദൈനി ഫൗക സുറ തഹ്ത സുദർ, എന്ത് ചെയ്യണം, നെഞ്ചിനു താഴെയും പൊക്കിളിന് മുകളിലുമായി കൊണ്ടാണ് വെക്കേണ്ടത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. വദഹബ ആഖറൂന മിൻ അഹ്ലിൽ ഇൽമി ഇല അന്നഹു യളഉഹുമ അല സുദർ, എന്നാൽ പണ്ഡിതന്മാരിൽ നിന്ന് മറ്റൊരു വിഭാഗം ആളുകൾ പറയുന്നത് നെഞ്ചിൽ വെക്കണമെന്നാണ്. വഹാദാ ഹുവ അഖ്റബുൽ അഖ്വാൽ, പറയപ്പെടുന്ന അഭിപ്രായങ്ങളിൽ ഏറ്റവും സ്വീകാര്യമായ അഭിപ്രായം എന്താണ്, ഇതാകുന്നു എന്നാണ്. കാരണം നേരത്തെ നമ്മൾ പറഞ്ഞ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു എന്ന് പറയുന്ന ആ വാക്കുകൾ, ഹദീസ് അലി റളിയല്ലാഹുവിൻ്റെ പിന്നെ ആ വാക്കിൽപ്പെട്ട ആ ഹദീസിനെ കുറിച്ച് പറഞ്ഞത് എന്താ വെച്ചാൽ, പിന്നെ അതിലെന്തുണ്ട്, പിന്നെ ഇസ്നാദുഹു ലഈഫ്, അതിൻ്റെ സനദ് ലഈഫാണ് എന്ന് പ്രത്യേകമായി പ്രതിപാദിക്കപ്പെട്ടിട്ടുണ്ട്. ഫതുഹുൽ ബാരിയിൽ അത് പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട്. എന്നാൽ വൽ വാരിദ് ഫി ദാലിക ഫീഹി മഖാൽ, ലാകിൻ ഹദീസ് സഹൽ ഇബ്നു സഅദ് അല്ലദി ഫിൽ ബുഖാരി ലാഹിറുഹു യുഅയ്യിദു അന്നൽ വദഅ യകൂന അല സദർ. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്തിട്ടുള്ള സഹൽ ഇബ്നു സഅദിൻ്റെ ഹദീസിൽ നിന്ന് മനസ്സിലാകുന്നത് അന്നൽ വദഅ യകൂന അല സദർ, നെഞ്ചത്താണ് വെക്കേണ്ടത് എന്നാണ്. അല അന്നൽ അഹാദീസൽ വാരിദ അല മാ ഫീഹ മിൻ മഖാൽ അംസലുഹ ഹദീസ് വാഇൽ ഇബ്നു ഹുജ്ർ. കൈകെട്ടുന്ന വിഷയത്തിൽ വന്നിട്ടുള്ള റിപ്പോർട്ടുകളിൽ ഏറ്റവും സ്വീകാര്യമായ റിപ്പോർട്ട് വാഇൽ ഇബ്നു ഹുജ്ർ റളിയല്ലാഹു അൻഹുവിൻ്റേതാണ്. അദ്ദേഹം പറയുന്നു, അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാന യളഉഹ അലാ സദ്രിഹി, നബി അത് തൻ്റെ നെഞ്ചത്താണ് തൻ്റെ രണ്ട് കൈകളും വെച്ചത് എന്നാണ്. ഫഹാദ അഹ്സൻ
മാ യകൂനു മിനൽ വദ്. അതുകൊണ്ട് കൈ കെട്ടാൻ ഏറ്റവും നല്ലത് എവിടെയാണ്? നെഞ്ചത്താണ് കൈ കെട്ടുവാൻ നല്ലത്. അപ്പോൾ നമ്മൾ കൈ എന്ത് ചെയ്യാണ്? കൂഴിൽ പിടിച്ചിട്ട് നെഞ്ചിലായിട്ട് വെക്കുകയാണ് വേണ്ടത് എന്നാണ് പറയുന്നത്. നെഞ്ചത്താണ് വെക്കേണ്ടത് എന്നാണ്. അപ്പോൾ നറ ബഅദ നാസ് യളഉഹുമാ അലാ ജംബിഹിൽ ഐസർ വ ഇദാ സഅൽതുഹു ലിമാദാ. എന്നാൽ വേറെ ചില ആൾക്കാർ കുറച്ചും കൂടി ഉഷാറാക്കാൻ വേണ്ടി അവരെന്ത് ചെയ്യുമെന്ന് വിചാരിച്ചാൽ ഈ കൂഴ്മ വെച്ചിട്ട് നെഞ്ചത്ത് വെച്ചിട്ട് അതൊന്നും ഇങ്ങോട്ട് ഇടത്തോട്ട് മാറ്റും. ഇടത്തോട്ട് പറഞ്ഞാൽ ഹൃദയത്തിൻ്റെ മുകൾക്കാക്കും. കാൽ ലി അന്ന ഹാദ ജാനിബുൽ ഖൽബ്. എന്താ ചോദിച്ചാൽ ഇത് ഹൃദയത്തിൻ്റെ ഭാഗമാണെന്നാണ്. വലക്കിൻ്റെ ഹാദത്തായി ഒരു കാരണം പറയുന്നത് എന്താണ്? ഹൃദയത്തിൻ്റെ ഭാഗത്ത് ഹൃദയത്തുമ വെക്കാൻ വേണ്ടിയിട്ടാണെന്നാണ്. ഇതൊരു കാരണം പറയുന്ന കാര്യമാണ്. അത് അലീലാണ്, ബൽ മയ്യിത്താണ്. ഈ അഭിപ്രായം, ആ ന്യായം എന്താണ്? ഒരിക്കലും സ്വീകരിക്കപ്പെടാൻ പറ്റാത്ത ന്യായമാകുന്നു, അഭിപ്രായമാകുന്നു എന്നാണ്. എന്തുകൊണ്ടാണ് അത് ഇടത്തോട്ട് ഒന്ന് മാറ്റി വെക്കണം എന്ന് പറയുന്നതിന് സ്വീകരിക്കാതിരിക്കാൻ കാരണം? ഒന്നാമത്തെ തെളിവ് ലി അന്നഹു ഫി മുഖാബിലു സുന്ന. കാരണം സുന്നത്തിനെതിരാണ്. വകുല്ലു തഅലിം ഫി മുഖാബിലു സുന്ന. സുന്നത്തിൽ വന്നതിനെതിരെ ഒരാൾ ഒരു കാരണം ഉണ്ടാക്കുകയാണ്. ഒരു കാരണം ഉണ്ടാക്കിയിട്ട് ചെയ്യുക. അതായത് ഹൃദയത്തിൻ്റെ മുകളിൽ വെച്ചാൽ കുറച്ചുകൂടെ തെക്ക് വെട്ടുമല്ലോ എന്ന് പറഞ്ഞങ്ങാട്ട് ഒരു പുതിയ ആശയം ഉണ്ടാക്കുമ്പോൾ അതൊരു ഹദീസിന് എതിരാകാൻ പറ്റൂല. വന്നാലോ ഫ ഇന്നഹു മർദൂദുൻ അലാ സാഹിബിഹി. അത് പറഞ്ഞോനെ നമുക്ക് തള്ളാം. കാരണം ലി അന്ന സുന്ന അഹഖു ബിൽ ഇത്തിബാ. കാരണം സുന്നത്താണല്ലോ പിൻപറ്റുവാൻ ഏറ്റവും അവകാശപ്പെട്ടതും അർഹതപ്പെട്ടതുമാണ്. പിന്നെ ഈ ഇടത്തോട്ടൊന്ന് മാറ്റിക്കെട്ടണം എന്ന് പറയുന്നതിനെ എതിർക്കുവാനുള്ള രണ്ടാമത്തെ കാരണം സാനിയൻ അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം നഹ അൻ യുസല്ലി റജുൽ മുഖ്തസിറൻ ഐ വാളിഅൻ യദഹു അലാ ഖാസിറതിഹി വഹാദാ ഇല്ലം യന്തബിക അലൈഹി നഹി ഫഹുവ ഖരീബുൻ. ഊരമ്മ കൈകെട്ടി നിസ്കരിക്കരുത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. അപ്പോൾ ഈ കൈകെട്ടൽ ഊരമ്മ അല്ലെങ്കിലും അത് ആ ഊരമ്മ കൈകെട്ടിനൊരു ടൈപ്പ് പെട്ട ഒരു നൃത്തമാണത്. അതുകൊണ്ടും അതെന്തല്ല, പ്രോത്സാഹനകരമല്ല എന്നാണ് പറയുന്നത്. വലിഹാദ ഇദറ ഐ താഹദൻ യഫ്അലുഹു ഹകദ ഫൻസഉ. അതുകൊണ്ട് ആരെങ്കിലും എന്താണ് പിന്നെ ഹൃദയത്തിൻ്റെ മുകളിലാക്കാൻ വേണ്ടി ഇടത്തോട്ട് വല്ലാതെ ചായച്ച് കെട്ടുന്നത് കണ്ടാൽ അവന് നീ എന്ത് ചെയ്യണം? ഉപദേശിക്കണം എന്നാണ് ഇമാമ് നിർദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിലുള്ള വേറൊരു അഭിപ്രായം പറഞ്ഞത് എന്താ വെച്ചാൽ അന്നഹു ഫല്ലല ജാനിബൽ യസാർ അല ജാനിബിൽ യമീൻ. വലത്തെ ഭാഗത്തെക്കാളും ഇടത്തെ ഭാഗത്തിനൊരു മഹത്വം കൽപ്പിക്കുക എന്നുള്ളതാണ്. ഇതിനൊന്നും ആവശ്യമില്ല. നാം പറയുന്നത് ഖൈറുൽ ഉമൂർ അൽ വസത്ത്, മധ്യമാണ് ഏറ്റവും നല്ലത്. ഫക്കുൻ ബൈനൽ യമീനി വ ബൈനൽ യസാർ. അതുകൊണ്ട് നിൻ്റെ കൈ എവിടെ ഇരിക്കട്ടെ? വലത്തോട്ടും നീങ്ങണ്ട, ഇടത്തോട്ടും നീങ്ങണ്ട. വല അൽ യദൈനി അല സ്വദർ, നെഞ്ചിൻ്റെ മധ്യത്തിലായിട്ട് ആണ് വെച്ചാൽ മതി എന്നതാണ് ഷേഖ് അവസാനമായി പറയുന്ന തീരുമാനം. അപ്പോൾ കൈ കെട്ടിക്കഴിഞ്ഞു. കൈ കെട്ടിക്കഴിഞ്ഞാൽ ഇപ്പം എന്തേ കറിഞ്ഞ അടുത്ത വിഷയം? നമ്മുടെ മനസ്സിലേക്ക് പല വിഷയം വരും. ഇമാം പറയുന്നത് എന്താണെന്ന് വിചാരിച്ചാൽ വയന്തുറു മസ്ജിദഹു. വയന്തുറു മസ്ജിദഹു. മസ്ജിദ് എന്നാൽ സുജൂദ് ചെയ്യുന്ന സ്ഥലം. അപ്പോൾ ഇവൻ ഈ നിസ്കരിക്കുന്ന ആൾ എവിടേക്കാണ് നോക്കേണ്ടത്? സുജൂദ് ചെയ്യുന്ന സ്ഥലത്തേക്ക് നോക്കണം. അതൊരു ചർച്ചയാണ്. ഐ മൗലി അ സുജൂദിഹി, സുജൂദ് ചെയ്യുന്ന സ്ഥലത്തേക്ക്. അപ്പോൾ നമ്മൾ മത്തിന് ഇതിൻ്റെ അസിലായ കിതാബിലുള്ള വാക്കാ വായിച്ചത്. വയന്തുറു മസ്ജിദഹു, അവൻ്റെ സുജൂദിൻ്റെ സ്ഥാനത്തേക്ക് നോക്കണം. യന്തുറു അല്ലമീർ യഊദ് അൽ മുസല്ലി, നോക്കേണ്ടത് ആരാണ്? നിസ്കരിക്കുന്ന ആളാണ്. വഹുവ ഷാമിലുൻ ലിമൻ യുസല്ലി വഹ്ദഹു ഔ മഅൽ ഇമാം, ഒറ്റക്ക് നിസ്കരിക്കുന്നവനും ഇമാമിൻ്റെ കൂടെ നിസ്കരിക്കുന്നവനുമൊക്കെ നോക്കേണ്ടത് എവിടേക്കാണ്? സുജൂദിൻ്റെ സ്ഥാനത്തേക്കാണ്. വലിൽ ഇമാമി ഐലൻ, ഇമാമും നോക്കേണ്ടത് സുജൂദിൻ്റെ സ്ഥാനത്തേക്ക് തന്നെയാണ്. യഅനി യശ്മുലുൽ ഇമാം വൽ മഅ്മൂം വൽ മുൻഫരിദ് അന്നഹു യൻദുറു മൗദിഅ സുജൂദിഹി. എല്ലാവരും, ഇമാമും മഅ്മൂമും ഒറ്റക്ക് നിസ്കരിക്കണവനും അല്ലാത്തവനുമൊക്കെ സുജൂദിൻ്റെ സ്ഥാനത്തേക്കാണ് നോക്കേണ്ടത്. വഅല ഹാദ കസീറുൻ മിൻ അഹ്ലിൽ ഇൽം, ഇതാണ് അധിക പണ്ഡിതന്മാരും പറഞ്ഞിട്ടുള്ളത്. വേറെ പറഞ്ഞ ആൾക്കാരുണ്ട്, നമ്മളിങ്ങനെ മുഖം എങ്ങോട്ടാണോ തിരിഞ്ഞത് അങ്ങോട്ട് തന്നെയാണ് നോക്കേണ്ടത് പറഞ്ഞ ആൾക്കാരുണ്ട്. ഇമാമിനെയാണ് നമ്മൾ നോക്കേണ്ടത് പറഞ്ഞ ആൾക്കാരുണ്ട്. പല അഭിപ്രായങ്ങളും വന്നിട്ടുണ്ട്. വസ്തദല്ലു ബി ഹദീസിൻ റുവിയ അൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫി ഹാദ അന്നഹു കാന യൻദുറു ഇലാ മൗദിഇ സുജൂദിഹി. നബിയിൽ നിന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഒരു ഹദീസാണ് അവരത് തെളിവായിട്ട് പറയുന്നത്. സുജൂദിൻ്റെ സ്ഥാനത്തേക്ക് നോക്കണം ഫി ഹാരി സ്വലാത്തിക്ക്, നമസ്കാര സമയത്ത് എന്നുള്ളതാണ്.
അന്നഹുഖാന യന്ദുറു ഇലാ മൗലി, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നോക്കിയിരുന്നത് തൻ്റെ സുജൂദിലെ സ്ഥാനത്തേക്കായിരുന്നു ഫി ഹാരി സ്വലാത്തിക്ക്, നമസ്കാരത്തിൻ്റെ സന്ദർഭത്തിൽ എന്ന് നബിയെ തൊട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പം നബി അങ്ങനെ നോക്കിയിരുന്നത്. വക്കദാലിക കാലു ഫി തഫ്സീരി, പിന്നൊരു തെളിവ് നബി നോക്കിയിരുന്നു എന്നുള്ളൊരു ഹദീസ് തെളിവാണ്. പിന്നെ വേറൊരു തെളിവ് എന്താ വെച്ചാൽ ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ അല്ലദീന ഹും ഫി സ്വലാത്തിഹിം ഖാശിഊൻ എന്ന് പറയുന്ന മുഅ്മിനുൽ ആയത്തുണ്ട്. സത്യവിശ്വാസികൾ വിജയിച്ചിരിക്കുന്നു, അവരുടെ നമസ്കാരത്തിൽ ഭക്തി കാണിക്കുന്നവരാണ് എന്ന് പറഞ്ഞ ആയത്ത് മുഅ്മിനൂൻ ഒന്നാമത്തെ ആയത്ത്. കാലു അവർ പറഞ്ഞത് ഇന്നൽ ഖുശൂഅ അൻ യൻദുറ ഇല മൗലിഇ സുജൂദിഹി. ഇവിടെ ഖുശൂ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഉദ്ദേശം എന്താണ്? സുജൂദിൻ്റെ സ്ഥാനത്തേക്ക് നോക്കുകയാണെന്നൊരു വ്യാഖ്യാനം ആയത്തിന് കൊടുത്തിട്ടുണ്ട്. സുജൂദ് ചെയ്യുന്ന സ്ഥലത്തേക്ക് നോക്കലാണ് ഇവിടെ ഖുശൂ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് എന്ത് ചെയ്തിട്ടുണ്ട്? വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ആയത്ത് പ്രകാരവും അതേപോലെ നേരത്തെ പറഞ്ഞ ഹദീസിൻ്റെ ആശയപ്രകാരവുമൊക്കെ സുജൂദിൻ്റെ സ്ഥാനത്തേക്കാണ് നോക്കേണ്ടത്. വക്കാല ബാദുൽ ഉലമാ, ചില പണ്ഡിതന്മാർ പറഞ്ഞു ബൽ യൻദുർ ഇല ഹൈസു കാന വജ്ഹുഹു തിൽക അവജിഹി, എവിടേക്കാണോ മുഖം തിരിഞ്ഞത് അങ്ങോട്ട് നോക്കാനാണ്. ഇല്ല ഇതാ കാന ജാലിസൻ, ഇരിക്കുകയാണെങ്കിലോ ഫയന്നഹു യൻദുർ ഇല യദിഹി, നമ്മൾ അത്തഹിയാത്തിലാണെങ്കിലൊക്കെ എവിടേക്ക് നോക്കുക? അവൻ്റെ കയ്യിലേക്ക് നോക്കുക. ഹൈസു യുശിറു ഇൻദ ദുആഇ വ ഇല്ല ഫഇന്നഹു യൻദുർ തിൽക അവജിഹി, അല്ലെങ്കിൽ മുഖത്തിൻ്റെ നേരക്ക് നോക്കണം എന്നാണ് ചില പണ്ഡിതന്മാർ പറഞ്ഞത്. പിന്നെ വഫസ്സല ബാദുൽ ഉലമാ ബൈനൽ ഇമാമി വൽ മുൻഫരിദി, വേറെ ചില ആൾക്കാർ അഭിപ്രായം പറഞ്ഞപ്പോൾ ഇമാമ് നോക്കേണ്ടത് വേറെ സ്ഥലത്തേക്കും ഒറ്റയ്ക്ക് നിസ്കരിക്കേണ്ട വേറൊരു സ്ഥലത്തേക്കും അതേപോലെ തന്നെ മൗമൂമ് നോക്കേണ്ടത് വേറെയാണ് എന്നുള്ള രൂപത്തിൽ പറഞ്ഞ ആൾക്കാരുണ്ട്. ഇന്നൽ മൗമൂം യൻദുറു ഇലാ ഇമാമിഹി, മൗമൂമ് നോക്കേണ്ട ഇമാമിലേക്കാണ്. എന്തിനാണ് അങ്ങനെ നോക്കുന്നത്? ലിയതഹഖഖ മിൻ മുതാബഅതി, കാരണം ഇമാമിനെയാണല്ലോ പിന്തുടരേണ്ടത്, അവൻ അദ്ദേഹത്തെ നോക്കി നിൽക്കണം എന്നാണ്. ഒരു അതാ കാല ബർറാ ഇബ്നു ആസിബ് കാന നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ സജദ ലം യഹ്നി അഹദുൻ മിന്നാ ലഹ്റഹു ഹത്താ യക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സാജിദൻ സുമ്മ നഖഉ സുജൂദൻ ബഅദഹു. ഞങ്ങൾ നബിൻ്റെ കൂടെ നിസ്കരിക്കുന്ന സമയത്ത് നബി സുജൂദുക്ക് പോയാൽ ആരും കുനിയില്ല. എപ്പോൾ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുജൂദിൽ അങ്ങോട്ട് പൂർത്തിയായാലേ, നമ്മളിപ്പോൾ ഇമാമ് കൈ അയക്കുമ്പോൾ നമ്മൾ സുജൂദിൽ എത്തിയിട്ടുണ്ടാവും. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുജൂദിൽ എത്തിയിട്ടേ ഞങ്ങൾ എന്ത് ചെയ്യുള്ളൂ? സുജൂദിലേക്ക് പോവുകയുള്ളൂ എന്നാണ്. സുമ്മ നക്കാവ് സുജൂദൻ ബാധവും, പിന്നെ ഞങ്ങൾ സുജൂദ്. ഇപ്പോൾ ഇമാമ് സുജൂദക്ക് പോണത് നോക്കിയെന്നു നല്ല രീതിയിൽ മനസ്സിലാവുന്നത്. അതുകൊണ്ട് ഇമാമിനെയാണ് നോക്കേണ്ടത് എന്ന അഭിപ്രായമുള്ളവർക്കുള്ള തെളിവ് അതാണ് കേട്ടോ. തീരുമാനമായിട്ടില്ല. നമ്മൾ എന്ത് ചെയ്യും? ഇതിൻ്റെ എല്ലാ ചർച്ചകൾക്കും ശേഷം ഷെയ്ഖ് റഹ്മത്തുള്ള എന്ത് ചെയ്യും? അതിലൊരു തീരുമാനം കൃത്യമായി നമുക്ക് പറഞ്ഞു തരും. എന്തായിരുന്നാലും മേലേക്ക് നോക്കാൻ പറ്റൂല, ആകാശത്തേക്ക് നോക്കാൻ പറ്റില്ല. ആകാശത്തേക്ക് നോക്കുക എന്നുള്ളത് ഗുരുതരമായ തെറ്റാണ്. ഒരുപക്ഷെ അവിടെ കണ്ണുകൾ എന്ത് ചെയ്യും? റാഞ്ചി എടുക്കപ്പെട്ടേക്കാം എന്നാണ് പറയുന്നത്. അതുകൊണ്ട് വളരെ ഗുരുതരമായ തെറ്റാണ് അങ്ങോട്ട് നോക്കൽ. സുജൂദിൻ്റെ സ്ഥാനത്ത് തന്നെയാണ് നോക്കേണ്ടത്. അതിൻ്റെ രൂപത്തെക്കുറിച്ച് ഇൻഷാ അല്ലാഹ് ഇതിൽ വിശദീകരിക്കുന്നുണ്ട് അടുത്ത ക്ലാസ്.